കെആർ മാർക്കറ്റിന് തൊട്ടടുത്ത് വരുമ്പോഴുള്ള ടിപ്പു സുൽത്താൻ്റെ പാലസാണ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ബോർഡ് കെആർ മാർക്കറ്റ് ബോർഡാണ്. കെആർ മാർക്കറ്റിലേക്കുള്ള മെട്രോ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇറങ്ങി വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു പാലസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വളരെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. വളരെ ടൗണിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വന്ന് ആസ്വദിച്ച് പോകാവുന്ന, വെറും ഒരു ചെറിയ രൂപ കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്ത് വന്ന് ആസ്വദിച്ച് പോകാവുന്ന ഒന്നാണ്. Yeah, and today we have got a family over here. Of course, they are from Kerala itself and then settled in Saudi Arabia. This is the family is trying to entering this palace. Hello. Hi. So, എവിടെയാണ് ശരിക്കും? ശരിക്കും ഞങ്ങൾ ഇവിടെ കേരളയിൽ which part of Kerala? എറണാകുളം, കൊച്ചിൻ. ഓക്കെ. So, എത്ര ദിവസം ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട്? No, this is third day. So, okay, you belongs to Kerala, but by working there at Saudi Arabia, right? Yeah, at Saudi Arabia. So, all the family is there. Yeah. Hello. What's your name, please? Right. What about you? My name is Srivi. Yes. And Saudi. all right. Okay. Anyways, enjoy the day and Thank you very much. nice to meet you. ഇവിടെ ആക്ച്വലി ഇൻസ്റ്റൻറ്റ് ബുക്കിംഗ് ആണ്. ഓൺലൈനിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇതുണ്ട്, ഇതിൽ സ്കാൻ ചെയ്തിട്ട് ആണ്, സ്കാൻ ആൻഡ് പേ ആണ്. സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻറ്റ് ബുക്കിംഗ് ആണ്. വേറെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ നമുക്ക് ഇതിനകത്തോട്ട് എൻട്രി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ടിപ്പു പാലസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ ടിപ്പു പാലസിൻ്റെ കവാടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കവാടം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാലസിനകത്തേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് റെഡി ഫോർ എക്സ്പ്ലോറിങ് ദ വണ്ടർഫുൾ പാലസ് ഓഫ് ടിപ്പു. യെസ്, അങ്ങനെ നമ്മൾ പാലസിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. യെസ്, നമ്മൾ ബാക്കിൽ നിന്ന് കണ്ട, അവിടെ അത്ര റോഡിൽ നിന്ന് കണ്ട പോലെ ഒന്നുമില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ആഹാ, ഒരുപാട് പില്ലേഴ്സ്, ഒരുപാട് കവാടങ്ങൾ. ശരിക്കും പാലസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലേ. രക്ഷയില്ല, അടിപൊളി. എനിക്ക് എന്ത് കണ്ടാലും ആദ്യം എൻ്റെ മൈൻഡിൽ ഓർമ്മ വരിക ഒരു രക്ഷയില്ല എന്നുള്ള സത്യം. അതാണ് ഫാക്റ്റ്. അതാണ് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. എന്തായാലും ഇന്ന് നമുക്കിതാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ടിപ്പുവിൻ്റെ പാലസ്, ബാംഗ്ലൂർ കെആർ മാർക്കറ്റിന് തൊട്ടടുത്തുള്ള. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് പ്ലേസ് വാസ് കമൻസ്ഡ് ബൈ നവാബ് ഹൈദർ അലി ഖാൻ 1781 തുടങ്ങിയിട്ട് കംപ്ലീറ്റഡ് ബൈ ടിപ്പു സുൽത്താൻ 1791. അതാണ് എൻ്റെ ഹിസ്റ്ററി. ഇവിടെ ഈ ഒരു ടിപ്പുവാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഈ ഒരു സ്റ്റെപ്പുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് ഈ പൂന്തോട്ടം, ഉദ്യാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അത് ഏതൊരു ഫോർട്ടിൻ്റെ കീഴിലേക്ക് പാലസിൻ്റെ മുമ്പിൽ നമുക്ക് കാണാം. ഇവിടെയുണ്ട് അതുപോലത്തെ ഒരു ചെറിയൊരു എന്താ പറയുക ഗാർഡനൊക്കെ ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായൊരു ഗാർഡൻ. അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് കേട്ടോ, നല്ലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് തമ്മിൽ ഒരു ചെറിയൊരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേ, പക്ഷെ നല്ല ഭംഗിയുള്ള ക്ഷേത്രമുണ്ട്. ഈ പാലസിൻ്റെ എന്താ പറയുക പോപ്പുലാരിറ്റിയിൽ അത് ശ്രദ്ധിക്കാതെ പോകാമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. നമ്മുടെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്കൂടെ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് കയറി പഴയ സ്റ്റെപ്പുകൾ കേട്ടോ, ചുമരൊക്കെ അതേപോലെ ഇരിക്കുന്നു. പാലസ് അന്നത്തെ പ്രൗഢഗംഭീരമായിട്ടുള്ള പാലസാണ്. പക്ഷെ ഇന്നും അത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് അല്ലേ. ഇവിടും താഴേക്ക് നല്ല വ്യൂ ആണ്. ശരിക്കും രാജാവിന് താഴെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാനുള്ളൊരു വേറൊരു പോർഷൻ ഉണ്ട്, അത് ഞാൻ കാണിക്കാം.
നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഇരുടാണ്, കാരണം ലൈറ്റൊന്നും ഇല്ല. ഇവിടെ വലിയൊരു ഹോളുണ്ട്, ഒരു ദർബാർ പോലത്തെ ഒരു ഹോളുണ്ട്. എനിക്കൊന്ന് ഈ ഹോളിലായിരിക്കും ഇവിടെ പഴയ കാലത്തുള്ള അന്നത്തെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഈ രാജാവ് ആരെങ്കിലും കാണാൻ, അല്ലെങ്കിൽ ടിപ്പു പുറമെ താഴെ ആരെങ്കിലും കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ശരിക്കും പഴയ രാജാക്കന്മാരുടെ ആ കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ്. ഫ്രണ്ടിലോട്ട് മാറി നിന്നിട്ടൊരു ബാൽക്കണി പോലെ ഒരു സംഭവം. ആ ബാൽക്കണിയിൽ ഇരുന്നായിരിക്കും പബ്ലിക്സിനെ അഡ്രസ്സ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് രണ്ട് സൈഡിലുണ്ട് ഒരേപോലെ. ഈ ഒരു പാലസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും, ഫ്രണ്ടും ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം രണ്ട് സൈഡിലും ഒരേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ എടുപ്പ് ഒരു ഒന്നൊന്നര എടുപ്പാണ് അല്ലേ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഭയങ്കര ബ്യൂട്ടിയായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ അറകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ഭംഗിയാണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വലിയ വിശാലമായിട്ടുള്ളൊരു സ്പേസും കാണാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഒരു ഭാഗം. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് വിളക്ക് കത്തിക്കാനുള്ളൊരു സ്പേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എൻ്റെ ഒരു ലോജിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇത്. അതിനകത്ത് എല്ലാ ഭാഗത്തും ഉണ്ട്, മുകളിലൊക്കെ തന്നെ ഉണ്ട്, ഒരു ചുമരിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. എനിക്ക് അന്നത്തെ കാലത്ത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഏരിയ ആവാനാണ് സാധ്യത. അന്നത്തെ കാലഘട്ടത്തിലെ തടിക്കഷ്ണമാണെന്ന് തോന്നുന്നത്, അതേപോലെ ഇരിക്കുന്നു, ഒന്നും ആയിട്ടില്ല അല്ലേ. ഈ ഭാഗത്ത് ശരിക്കും പഴയ കാലം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫീല് നമുക്ക് ഈ ഭാഗത്ത് വന്നാലേ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറേ കൂടി പഴക്കം തോന്നുന്നുണ്ട് ഈ ഭാഗത്തിന് അല്ലേ. എന്തായാലും നമ്മൾ ടിപ്പുവിൻ്റെ പാലസ്, ബാംഗ്ലൂരിലെ ടിപ്പുവിൻ്റെ പാലസ് നമുക്ക് വളരെ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വന്ന് കണ്ട് സന്ദർശിച്ച് പോകാവുന്നൊരു പാലസാണ്.
സോ എന്തായാലും ട്രാവൽ ടൈമിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറന്നു പോയേക്കരുത്. സോ എന്തായാലും ഇനി നമുക്ക് ബാംഗ്ലൂരിൽ വേറൊരു എക്സ്പീരിയൻസിലേക്ക് പോവുകയാണ്. യു ക്യാൻ സീ. ബൈ.